സ്ട്രീമിങ് നമ്മുടെ ക്യാമറ കണക്ഷൻ ഓഫായി പോയി, സ്ട്രീമിങ് പോയി. മിക്കവാറും കിക്കിലാകുമ്പോൾ നമ്മൾ കിക്കൗട്ട് അടിക്കാൻ തോന്നുന്നു. ആ ഒരു നിലയിലായിട്ടുണ്ട്. അവിടെ ക്ഷമിക്കടേ, നമ്മൾ ആദ്യമായിട്ടല്ലേ, ഇത്രയ്ക്ക് പ്രായമായില്ലേ, കയ്യബദ്ധം പറയുന്നത് ആരാ ഉള്ളത്. കിക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫോളോവേഴ്സ് ഉണ്ട്, നമുക്ക് ഒരു ഫോളോവർ ഉണ്ടെങ്കിലും. അതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയാലും എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയില്ല, അതിന് കാണാനൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിലും ഇല്ലേ ഇവനുണ്ടല്ലോ, നമ്മളെ വിശ്വസിച്ച് ഫോളോ ചെയ്യുന്നുണ്ട്, ഇവന് വേണ്ടി ഞാൻ വരും. ബോട്ടാണെങ്കിലും കാണാൻ നല്ല രസമുണ്ട്, അതിന് വെച്ച് വിഷമമൊന്നുമില്ല. എങ്കിലും മുത്തങ്ങളെ മുഖം മൂടി, അറിയത്തില്ലെങ്കിൽ MUGAMMOODI, മുഖം മൂടി മനസ്സിലായല്ലോ. കിക്കിലുണ്ട്, ഫോളോ ചെയ്യാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ മായാവി എന്നാണ് ലോഗോ ഇട്ടിരിക്കുന്നത്. കാരണം നമ്മൾ പണ്ട് മായാവി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെക് ചാനലുണ്ട്, ടെക് ചാനൽ റൺ ചെയ്തുകൊണ്ടിരുന്നത് ഞാനാണ്. സോ മായാവി അല്ലെങ്കിൽ മുഖം മൂടി സെർച്ച് ചെയ്ത് ഞാൻ കിട്ടും. ഇതാണ് നമ്മുടെ ചാനൽ, മുഖം മൂടി, മനസ്സിലായില്ല. @MUGAMMOODII അടിച്ചാലും കിട്ടും, MODI അടിച്ചാലും മുഖം മൂടി കിട്ടും. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പേര് മായാവി എന്നാണ്, എങ്കിലും മുഖം കുത്ത് മൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും നല്ല നല്ല വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നേരെ അയച്ചോളുക. കണ്ടിട്ട് നല്ലതാണെങ്കിൽ നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും അത് എൻജോയ് ചെയ്യാം എന്നൊരു ഇതിലിരിക്കുകയാണ്. നമുക്കിന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മൾ യൂട്യൂബിലേക്ക് തന്നെ കയറുകയാണ്. യൂട്യൂബിൽ കയറിയപ്പോഴത്തേക്കാണ് കുറച്ച് പുതിയ സിനിമകളുടെ ട്രെയിലറൊക്കെ ഇറങ്ങി എന്നറിഞ്ഞു. നാമൊന്ന് നോക്കട്ടെ. അതിൽ ആദ്യത്തെ ട്രെയിലറാണ് നമ്മുടെ സിയാൻ വിക്രത്തിൻ്റെ തങ്കളാൻ എന്ന് പറയുന്ന സിനിമ. തങ്കളാൻ കാണാം. അതിനു മുമ്പേ യൂട്യൂബ് തുറന്നപ്പോൾ വേറൊരു സാധനം കണ്ടു, കൊത്തരാജുവിൻ്റെ ഹാർട്ട് സർജറി. എടാ എന്തൊരു ഇതിനെക്കുറിച്ച് പറയാൻ, ഇതുപോലൊരു കോമഡി പീസായിട്ടൊരു കഥാപാത്രം നമുക്ക് കാണാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. കോമഡി പീസായിട്ടുള്ളൊരു കഥാപാത്രം നമ്മുടെ മറ്റേ സിനിമയുണ്ടല്ലോ, കാപ്പ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തിൽ അപർണ ബാലമുരളി ചെയ്തായിരുന്നു. എന്താണ് ഗുണ്ടബിനുവും പിന്നെ കൊട്ടപ്രമികളെ. അതിനുശേഷം ഇത്രമാത്രം നാണം കെട്ടൊരു ഗുണ്ടയുണ്ടെങ്കിൽ അതാണ് നമ്മുടെ കൊത്തരാജു. ഇത് ഗ്രന്ഥിഗ്രാമമല്ല, ഇത് കൊത്ത എന്ന് പറഞ്ഞ രാജുബായിയുടെ കൊത്തയെക്കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. ഇനി ഈ സീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാം. നമുക്ക് നേരെ കണ്ടിട്ടല്ലേ ബാക്കി പറയുന്നത്. നീ കണ്ണനെ കണ്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. കണ്ടിട്ടും കാര്യമൊന്നുമില്ല. അവനൊരു വെകിലി, ഇവനാണ് ഒരു കാട്ട് വെകിലി. രണ്ട് വെകിലികളും നമ്മൾ കിടന്നിട്ട് ഒരു കോളനി കിടന്ന് അടി ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിന് പേരിട്ടേക്കുന്നു കൊത്ത, കിങ് ഓഫ് കൊത്ത. ആരാണ് കിങ്? ഇവനാ. കഥയ്ക്കകത്തിലെ ഒരു കോമഡി പീസാണ് ഇവൻ. അവനാണ് കിങ് ഓഫ് കൊത്ത. എനിക്ക് കാണണം, നീ വാ. ഞാൻ മോനെ BGMനെ കുറിച്ച് പറയണം. നൈസ് BGM ആയിരുന്നു ഇപ്പോൾ പടത്തിനകത്തിൽ. ആ പരിപാടി ഉണ്ടല്ലോ, അത് കിങ് ഓഫ് ദ സീസ് എന്ന് പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട്. ആ മോനെ നൈസ് സാധനമാണ്. പിന്നെ ഈ രാജുവിന് കൊടുത്ത BGM അതൊരു രക്ഷയില്ലാത്ത സാധനമാണ്. പക്ഷേ ഒരു പേങ്ങം ഗുണ്ടയായി പോയി. ഗുണ്ടയ്ക്ക് ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ വില്ലനെ കണ്ടു കഴിഞ്ഞാൽ സോറി, ഗുണ്ടയുടെ കാര്യമല്ല, നമ്മുടെ വില്ലൻ പേങ്ങം വില്ലനായി പോയി. നമ്മുടെ ഹീറോയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വില്ലന് മുട്ട് കിടന്ന് ഇരിക്കും. എൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഷോ ഓഫ് കാണിച്ച് രാജുവിനേക്കാളും വെല്ലാവിനും ശ്രമിക്കും, പക്ഷേ അടപടലും മൂഞ്ചും. അതാണ് നമ്മുടെ ഗുണ്ടയ്ക്ക് സംഭവിക്കുന്നത്. പിന്നെ അവിടുത്തെ പോലീസുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും പാഴികളാണ്, അടുത്ത് പോലും വരത്തില്ല. രണ്ട് ഗുണ്ടകൾ തമ്മിൽ കിടന്ന് അടി ഉണ്ടാക്കാൻ അവന്മാർ ഒട്ടിന് പീര പോലെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് കൊത്തയിലെ പോലീസുകൾ. ഇവൻ്റെ ഈ കഥാപാത്രമാണ് ഇതിനകത്തിലെ സീരിയൽ ഡയറക്റ്റ് ചെയ്യുന്ന ഏതോ ഒരു പുള്ളിയാണെന്ന് തോന്നുന്നു. കാരണം സീരിയൽ കഥാപാത്രങ്ങൾ ഇതിനേക്കാളും വലിയ സ്ക്രിപ്റ്റും എല്ലാം എഴുതി വെച്ച് തമ്മിലടുപ്പിച്ച് കോളനി അമ്മായിമാരെക്കാട്ടിലും കഷ്ടമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇങ്ങേർക്ക് കൊടുത്തേക്കുന്നത്. ഇവൻ്റെ പേരെന്ത്, തമിഴ്നാടനല്ലേ? ചീഞ്ഞ കഥാപാത്രം. ഇനി ഗോകുൽ സുരേഷിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, എന്തിനോ അതിനകത്ത് വന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ കാണിച്ചു പോകുന്നു, എന്തോ. പക്ഷേ ഗോകുലിനെ യൂണിഫോം കാണാൻ ഒരു പീസ്. രാജുബായുടെ കളികളാണ് കാണുന്നത്, രാജുബായുടെ കളികൾ. ഇവനൊക്കെ എന്ത് തോട്ടയേറുകാരാന്ന് എനിക്ക് മാത്രം മനസ്സിലാവുന്നില്ല. ഒരേറ് പോലും രാജുവിനെ കൊള്ളുന്നില്ല. എടാ അവൻ്റെ ഒരു ഇഞ്ച് അടുത്തൂടെ എങ്കിലും എറിഞ്ഞ് പൊട്ടിക്കുന്നു. ഈ തലങ്ങും വിലങ്ങും എറിഞ്ഞ് പൊട്ടിക്കിച്ച് അവനെ കൊല്ലാണ്ടിരിക്കാനാണോ നീ ഇത്രയും വലിയ പൈസയും കൊടുത്ത് തോട്ടയൊക്കെ ഉണ്ടാക്കി ഇത്രയും കഴിമാഴന്മാരെ തീറ്റി വളപ്പിക്കുന്ന ഒരു പേങ്ങൻ വില്ലൻ? ആ പേങ്ങൻ വില്ലന് ഇതുപോലെ മണ്ടന്മാരായ കുറേ ഗുണ്ടാ സുഹൃത്തുക്കൾ. അവന്മാരെന്ത് ചെയ്യുന്നു? അവൻ്റെ മേത്ത് എറിയിക്കാതെ അത് ആ സൈഡിൽ കൂടെങ്കിലും, ഒരെണ്ണമെങ്കിലും ആ സൈഡിൽ കൂടെങ്കിലും പോയാൽ മതി. അതിൻ്റെ പൊട്ട എക്സ്പ്ലോഷൻ കൊണ്ടെങ്കിലും എന്തൊരു പോറലിലും പറ്റട്ടെ, അതുപോലും പറ്റിക്കാൻ മാത്രമേ ഉള്ളൂ. പല കുടുംബങ്ങളെ അനാഥമാക്കിയ ഒരു കത്തിയാണ് അവൻ. വർഷങ്ങളായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കത്തിയാണ്. കാരണം ഇനി കുടുംബങ്ങളെ അനാഥമാക്കണമല്ലോ, അതിനുവേണ്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കത്തിയാണ്. ഇവിടെ ഹൃദയത്തിൽ കത്തി കുത്തിറക്കി നിന്നെ ഹാർട്ട് സർജറി ചെയ്യുന്നതല്ലാതെ എന്തെന്ന് പറയുന്നത്? ഇവൻ ആര്? ഡോക്ടറാ? ഇവൻ അന്തേരി പോയിട്ട് ഡോക്ടർ പണിയായിരുന്നോ?
നാളെ ഇവൻ കണ്ണി കുത്തി ഇറക്കിയിട്ട് കണ്ണ് സർജറി, കുണ്ടി കുത്തി ഇറക്കിയിട്ട് വേണേൽ പറയും മൂലക്കൊരു സർജറി, ഹൃദയത്തിൽ കുത്തി ഇറക്കിയിട്ട് മാസ്റ്റർ. ഗുണ്ടകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് അപമാനമാണല്ലോ ഗുണ്ടകൾക്ക് തന്നെ. ഇത്രയൊക്കെ ഉള്ളോ? ഒരുത്തൻ താഴെ വീണപ്പോഴത്തേക്ക് അവൻ സെന്റിമെന്റലായിട്ട് വീണ് പോകുന്നു. നൈസ് ഗുണ്ടത്തലവൻ. ഇതുപോലുള്ള ലോലഹൃദയന്മാരാണ് നിന്റെ തലവനായിട്ട് കൊണ്ടു നടക്കുന്നത്. പരമതൊലി. പിന്നെ കിങ് ഓഫ് കൊത്തയെ കുറിച്ചിട്ട് പറയാതിരിക്കുകയാണ് ഭേദം. ഞാൻ ചില ഡയലോഗുകളൊക്കെ എൻ്റെ മോനെ സീരിയൽ നാടകം തോത്തു വരും. ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഡയലോഗ്. നീ എൻ്റെ ലിവറല്ലടാ, ലിവർപൂളാണ്. ഇവിടെ നാടകത്തിൽ ഇതിനേക്കാളും ഭേദം നല്ല ഡയലോഗുകൾ എഴുതുന്നുണ്ട്. അപ്പോഴാണ് ഒരുമാതിരി തേഞ്ഞ ഡയലോഗ്. നീ എൻ്റെ ലിവറല്ല, ലിവർപൂളാണ്. ആരുടെ ഇതിൻ്റെ ഡയലോഗ് എഴുതിയത്? തോഞ്ഞ ഡയലോഗ്. അതുപോലെ കുറേ രാജുവും അമ്മയുമായിട്ട് വരുന്ന കുറേ സീനുകൾ അതിൽ ഇതുപോലെ ഡയലോഗുകൾ ഉണ്ട്. ഇത് ഇപ്പം ഈ കണ്ട ഈ സീനകത്തിലും നീ കണ്ടോടാ, ഇതാണ് ഹാർട്ട് സർജറി. എന്താ പറഞ്ഞു? ഹൃദയത്തിൽ കത്തിയും കുത്തി ഇറക്കും, അതിന് ഹാർട്ട് സർജറി. നാളെ പറഞ്ഞല്ലോ, നാളെ കുണ്ടി കുത്തിയിട്ട് അവൻ പറയും ഇതാണ് മൂലക്കൊരു സർജറി ചെയ്യുന്നു. അപ്പം രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ചെന്നിട്ട് കാണുക കൊത്തയിലെ രാജുവേട്ടനെ. ഫ്രീ ആയിട്ട് സർജറി ചെയ്തു തരുന്നതായിരിക്കും, 0 കോസ്റ്റ്. എല്ലാം മുതൽ മൂലക്കുരു മുതൽ എല്ലാ അസ്കൃതികളും സർജറി ചെയ്ത് മാറ്റി കൊടുക്കുന്നു. രജുബായ് ഓഫ് കൊത്ത. നമ്മളിതിനല്ല വന്നത്, നമ്മൾ ട്രെയിലർ റിയാക്ഷനാണ് വന്നത്. ട്രെയിലർ റിയാക്ഷൻ വന്നിട്ട് എങ്കയോ പോയിട്ട്